നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെമ്മീനും മാങ്ങായും മുരിങ്ങക്കോലും കൂടി അരച്ചു കൂട്ടുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അരച്ചു കൂട്ടുന്നതിന് ആദ്യമേ തന്നെ ഒരരപ്പുണ്ടാക്കണം. ഞാൻ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 7-8 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും നല്ല ഭംഗിയായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇട്ട് കൊടുത്തു. കൂടെ തന്നെ കറിവേപ്പില, പച്ചമുളക്, മുരിങ്ങക്കോല് ഇത്രയും സാധനം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ചെമ്മീനും മുരിങ്ങക്കോലും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മാങ്ങ ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ടാണ് ആദ്യമേ മുരിങ്ങക്കോലും ചെമ്മീനും ഒക്കെ വേവിച്ചെടുത്തതിന് ശേഷം രണ്ടാമത് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു 4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചെമ്മീൻ, മാങ്ങ, മുരിങ്ങക്കോൽ എന്നിവ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അരപ്പ് ഉണ്ടാക്കിയ മിക്സിയുടെ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഈ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറി നമ്മൾ തിളയ്ക്കാനായിട്ട് അങ്ങനെ അനുവദിക്കത്തില്ല. നമ്മൾ ഈ കറി നമ്മുടെ ഈ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കണ കൂട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കറി തിളയ്ക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. കറി നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇടാനുള്ള വറവൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 3-4 ഉണക്കമുളകും ഒരു 2-3 തണ്ട് കറിവേപ്പിലയും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും കൊല്ലമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കറിയുടെ മേളിലായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് വേണം നമ്മൾ ഈ വറവൽ ഒഴിക്കാനായിട്ട്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക സ്വാദുമാണ്, നല്ലൊരു നിറവും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ അരച്ചു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.